വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഉയരങ്ങളിൽ നിൽക്കേണ്ടവയെ ഉയർത്തി തന്നെ പിടിക്കണം. അത് വിളക്കായാലും മൂല്യങ്ങളായാലും. ആദർശങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ചില ഗുണങ്ങളുണ്ട്. മുന്നോട്ടുള്ള വഴികൾ അവയുടെ വെളിച്ചത്തിൽ അവർക്ക് വിലയിരുത്താനാകും. ഇടയ്ക്ക് ഇരുട്ട് കടന്നു വന്നാലും അവർ പതറുകയില്ല. കാരണം വെളിച്ചം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. എപ്പോഴും വെളിച്ചത്തിൽ സഞ്ചരിക്കണമെങ്കിൽ അസാമാന്യ ധൈര്യവും കർമ്മശുദ്ധിയും വേണം. അതില്ലാത്തവർക്കെല്ലാം കെടാവിളക്കുകളേക്കാൾ ഇഷ്ടം ആവശ്യത്തിന് കെടുത്താനും തെളിക്കാനും കഴിയുന്ന തിരുനാളങ്ങളെയാണ്. നമുക്ക് കെടാവിളക്കുകളെ കൂടെ കരുതാം. നമ്മുടെ തനിമ തെളിഞ്ഞു തന്നെ നിൽക്കട്ടെ. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി യുവ സംരംഭകനായ ജോയ്സ് പി മാത്യുവുമായുള്ള അഭിമുഖമാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മാർക്കറ്റിന് അധിഷ്ഠിതമായി കൃഷിയെ കൊണ്ടുവരിക. ഇത് അധികം കേൾക്കാത്ത വാചകമല്ലേ? മാർക്കറ്റ് എന്തോ ആവട്ടെ, കൃഷി ചെയ്യുക, ആ ഉൽപ്പന്നം നഷ്ടമോ ലാഭമോ സഹിച്ച് വിൽക്കുക, അതല്ലേ സാധാരണ ചെയ്യുന്നത്. ചിന്തകളെ പുതിയ ലോകത്തിൽ മാറ്റിമറിക്കുക, അതാണ് ഈ യുവ സംരംഭകൻ ചെയ്യുന്നത്. മരുഭൂമിയിൽ 100 മേനി വിളയിക്കുന്നത് കണ്ട് കൃഷിയിലേക്ക് ആകൃഷ്ടനായതാണ് ഇദ്ദേഹം. ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങിക്കുന്നവരെയും തമ്മിൽ കൂട്ടിയിണക്കി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയിരിക്കുകയാണ് ഇദ്ദേഹം. ടെക്നോളജിയിൽ അധിഷ്ഠിതമായി കർഷക കൂട്ടായ്മ ഉണ്ടാക്കുക, അതിലൂടെ ലാഭം കൊയ്യുക. ആ യുവ സംരംഭകൻ ആരാണെന്നോ? ജോയ്സ് പി മാത്യു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹമാണ്. ജോയ്സ് പി മാത്യുവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. ജോയ്സ്, പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ താങ്കളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെ. സ്റ്റാർട്ടപ്പിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്തുവാണ്? ഇത് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, തീർച്ചയായിട്ടും. അഗ്രികൾച്ചർ സെക്ടർ വർഷങ്ങളായിട്ട് നമുക്കുള്ളതാണ്. നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ട് നമ്മുടെ കൃഷി നാട്ടിലുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപജീവനം കഴിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. അതിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഒക്കെ റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു ടെക്നോളജി അധിഷ്ഠിതമായിട്ട് കാർഷിക മേഖലയിൽ ഒരു ഇൻ്റർവെൻഷൻ കൊണ്ടുവരുന്ന കമ്പനികളെയാണ് സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പിനായിട്ട് അല്ലാത്ത കമ്പനികളൊക്കെ MSME ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പം പഞ്ചായത്തിലോ നമുക്ക് അങ്ങനെ MSME രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു വാല്യൂ അഡീഷൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടല്ല വരുന്നത്, അതൊരു MSME രജിസ്ട്രേഷൻ ഉള്ള ഒരു കമ്പനി ആയിട്ടാണ്. ചെറുകിട കമ്പനി. അപ്പോൾ നമ്മൾ ഒരു ടെക്നോളജി അധിഷ്ഠിതമായിട്ട് കാർഷിക മേഖലയിൽ ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ഗ്രാൻഡും സപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഇന്നോവേഷൻ വേണം. അതെ. അപ്പം ജോയ്സ്, താങ്കളുടെ സ്റ്റാർട്ടപ്പ് എന്തോത്തിലാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്? കേരളത്തിലെ അഗ്രികൾച്ചർ സെക്ടർ നമ്മുടെ വളരെ ടിപ്പിക്കൽ ഒരു ട്രഡീഷണൽ മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർഷിക മേഖലയാണ്. അതിലേക്ക് ടെക്നോളജിയും ഇന്നോവേഷൻസും ക്ലബ്ബ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റാറ്റാർ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ ആരംഭിച്ചിരിക്കുന്നത്. റാറ്റാറിൻ്റെ ഫുൾ നെയിം തന്നെ റൂറൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ടെക്നോളജി ആൻഡ് റിസർച്ച് എന്നാണ്. അപ്പോൾ ടെക്നോളജിയും റിസർച്ചും റൂറൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളെ ഉദ്ദേശ ലക്ഷ്യം. താങ്കൾക്ക് ഈ അഗ്രികൾച്ചർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷി കൊമേഴ്ഷ്യലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ അപ്പം ചെറിയ പ്രായത്തിൽ ഒത്തിരി വലുതല്ല, എന്നാലും മാർക്കറ്റിൽ വിൽക്കുന്ന രീതിയിൽ കൃഷി ചെയ്ത ഒരാളാണ്. പക്ഷേ അതിനുശേഷം ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അതിനുശേഷം ഞാൻ ഇന്ത്യൻ എയർലൈൻസിൽ IT സപ്പോർട്ട് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. ശേഷം ഞാൻ മിഡിൽ ഈസ്റ്റിൽ IT കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാറ്. ഏതാണ്ട് ഒരു 10-20 വർഷത്തിലധികമായിട്ട് ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്ത ആളാണ്. ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു പ്രൊജക്റ്റിനകത്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അവിടെയാണ് ഞാൻ ശരിക്കും ഡെസേർട്ടിൽ അവർ അഗ്രികൾച്ചർ പ്രൊജക്റ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചത്.
അത്രയും അനുകൂലമല്ലാത്ത സാഹചര്യം, പ്രത്യേകിച്ച് നമുക്ക് ഡസ്റ്റീൽ സോയിലിനകത്ത് ഈ പ്രിസിഷൻ അഗ്രികൾച്ചർ മൂലം അവർ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ്, ഇപ്പം പ്രോഫിറ്റബിളായി, അന്ന് പ്രോഫിറ്റബിൾ അല്ലായിരുന്നു. അപ്പം അങ്ങനെ കൃഷി ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കേരളത്തിൽ നമുക്ക് നല്ല സോയിലുണ്ട്, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട്, നമുക്ക് ഒത്തിരി ആനുകൂല്യമായിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ കൃഷി ചെയ്യുന്നതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി അനുകൂലമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ കൃഷിക്കാരൊക്കെ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നു, ഒത്തിരി പേർക്ക് നഷ്ടമായിരുന്നു. ഒരു 95% ആൾക്കാർ കൃഷി നഷ്ടവും, ഒരു 5% ആൾക്കാർ കേരളത്തിൽ ലാഭകരമായിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് കൃഷി. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളൂ കൃഷി ലാഭകരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവർക്ക് ഉള്ള വ്യത്യാസം, ഈ 95% പേർക്ക് കിട്ടാത്തത്? ഇതിൽ നിന്നുള്ളൊരു സ്റ്റഡിയാണ് കൃഷിയിലേക്ക് ഞങ്ങളെ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നത്. അതാണ് ഒരു പ്രചോദനം. അതിനകത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഇനിയും കേരളത്തിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പം ജോയ്സ്, റീസൺ എന്തുവാ? താങ്കൾക്ക് എന്തുവാ മനസ്സിലായ? 95% ആൾക്കാരും ലോസ് ഇൻകർ ചെയ്യുന്ന 5% ഈ കൃഷിയിൽ നിന്ന് തന്നെ ലാഭകരമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അതെ. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയിലേക്ക് ഇന്ന് കടന്നു വരുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനവും റിട്ടയർമെൻറ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽ ജോലി ചെയ്തിട്ട് അവരുടെ റിട്ടയർമെൻറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ കുടുംബപരമായിട്ട് കിട്ടിയ സ്വത്തിനെ കൃഷി ചെയ്ത് മാനേജ് ചെയ്തൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇതൊന്നും കൃഷി പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിൽ പോലും കൃഷി എങ്ങനെ ലാഭകരമായിട്ട് ചെയ്യാമെന്നുള്ളത് പോലും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകുന്നു. ഇപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാർ ചെയ്യുന്നത്, നമ്മുടെ മനസ്സിലുള്ള 1-2 കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മുടെ റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത്. അവർ ചെയ്യുന്നത് നമ്മളും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നെയ്ബർ ആയിരിക്കാം, മറ്റുള്ളവരായിരിക്കാം. ഇപ്പോൾ അവർ വാഴ വെച്ചു, നമ്മളും ആ സമയത്ത് വാഴ വെച്ചു. കാർഷിക കലണ്ടർ, നമ്മുടെ ഞാറ്റുവേല കലണ്ടർ എന്നൊക്കെ പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഇന്ന സമയത്ത് ഇന്നത് കൃഷി ചെയ്യാൻ, ഇപ്പോൾ ഞാറ്റുവേല കലണ്ടർ എന്നാണല്ലോ പറയുന്നത്, ഇന്ന സമയത്ത് ഇന്നത് കൃഷി ചെയ്യണം. അപ്പോൾ ആ കൃഷി ചെയ്യുന്നത് അനുസരിച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത്. പണ്ട് നമ്മളിങ്ങനെ കൃഷി ചെയ്തപ്പോൾ ഒന്നിച്ചൊരു റിസൾട്ട് ഉണ്ടാവും, അത് വിൽക്കാൻ മാർക്കറ്റിൽ വരുമ്പോൾ അതിന് വില കുറവായിരിക്കും. അപ്പം കൃഷിക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടെന്നും, കൃഷി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഞാറ്റുവേല കലണ്ടർ വെച്ച് മാത്രമല്ലെന്നും, പ്രിസിഷൻ അഗ്രികൾച്ചറിൽ കൂടെ തന്നെ നമുക്ക് കൃഷിയെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അത് ഓഫ് സീസണിലുമായിട്ടൊക്കെ കൃഷി ചെയ്യാം. മാർക്കറ്റ് ആദ്യം കാണണോ, മാർക്കറ്റ് കണ്ട് കൃഷി ചെയ്യുന്ന രീതിയിൽ, അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി. മാർക്കറ്റിന് അധിഷ്ഠിതമായിട്ട് കൃഷിയെ കൊണ്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ടാർഗറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃഷിയെ മാറ്റുക എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം കൃഷി ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ പരാജയം വന്നിട്ടുള്ളവരെല്ലാം അവർ മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നവരാണ്. 5% ആൾക്കാർ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ, വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ട് ഹൈ വാല്യൂ ക്രോപ്സ്, ഏതാണോ വില കിട്ടുന്നത്, എവിടെയാണോ വയ്ക്കാവുന്നത്, ആ ക്രോപ്പുകൾ കൃഷി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ വിജയകരമായിട്ട്, അതും നല്ല വിജയകരമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. ഏതാണ്ട് ഒരു 1, 2, 3 ലക്ഷത്തിൽ കൂടുതലൊക്കെ ഒരു മാസം ലാഭം ഉണ്ടാക്കുന്ന കർഷകർ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതും. ആ പ്രാക്ടീസുകളാണ് നമ്മൾ മറ്റുള്ളവർ കോമൺ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റാക്ടാർ, താങ്കളുടെ സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ച് സംസാരിച്ചാൽ, താങ്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഏത് മേഖലയിലാണ് ഇൻ്റർവെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ റാക്ടാർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അധിഷ്ഠിതമായിട്ട് കാർഷിക മേഖല അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങൾ 2 രീതിയിലാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഡയറക്റ്റ് കർഷകരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേര് റാക്ടാർ ഗ്രീൻസ് എന്നാണ്. അപ്പോൾ ആ റാക്ടാർ ഗ്രീൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള സർവീസസ് അവരുടെ ഫിംഗർ ടിപ്പിൽ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സെയിം ടൈമിൽ ഈ പറയുന്ന ഫാർമേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ റീജിയണൽ ഏരിയ ആണ്. ഇപ്പോൾ ഓരോ പഞ്ചായത്ത്, താലൂക്ക് ബേസ്ഡ് ആയിട്ടും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, ഓരോ ഏരിയയിലും കർഷകരുടെ നമ്പർ ഓഫ് കർഷകരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് തന്നെ ഫാമ പ്രൊഡ്യൂസർ കമ്പനികളും കൃഷിക്കൂട്ടങ്ങളും അങ്ങനെ ധാരാളം സിസ്റ്റം നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഈ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള സർവീസസുകളില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഓഫ്ലൈനിലാണ് ഇന്ന് കൂടുതലും ഈ കർഷകരെ ചെയ്യുന്നത്. അതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ VFPCKയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് കർഷക ചന്തകൾ. അവർ രാവിലെ കർഷകൻ കൊണ്ടുവരുന്ന സാധനമാണ് അവർക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് അവർ അറിയുന്നത് ഇത്ര ടൺ സാധനം ഇന്ന് ഈ മാർക്കറ്റിലേക്ക് വന്നു എന്നറിയുന്നത്. അപ്പോൾ എന്താണ്, ആ മാർക്കറ്റിനെ സെല്ല് ചെയ്യാനായിട്ട് VFPCKയുടെ ഈ മാർക്കറ്റ് നടത്തുന്ന ആൾക്കാർ ബാധ്യസ്ഥരാണ്. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിന്റെ ഡിമാൻഡ് കുറയും. നോർമൽ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതെ, അപ്പോൾ സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ എന്താ, അതിന് ഓട്ടോമാറ്റിക്കലി കർഷകന് വില കുറയും. അപ്പോൾ എന്തുകൊണ്ട് ഈ സാധനം മുൻകൂട്ടി നമുക്ക് അറിഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വിറ്റുകൂടാ? തന്നെയല്ല, ഇവിടെ ഇപ്പം ബയേഴ്സ് വന്നിട്ടാണ് നമ്മുടെ ഈ ചന്തകളിൽ നിന്ന് എടുക്കുന്നത്. അതിന് പകരം ഈ ബയേഴ്സിനെ നമുക്ക് എന്തുകൊണ്ട് ബാംഗ്ലൂരിലുള്ള ബയറെയോ മദ്രാസിലുള്ള ബയറെയോ നമുക്ക് അങ്ങോട്ട് റീച്ചുകൂടാ? അവരെന്തുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ, അപ്പം ഇവർ വരുമ്പോൾ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ബയേഴ്സ് ഇപ്പം നമുക്കറിയാം പല വലിയ മാർക്കറ്റുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ബയേഴ്സ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പം പ്രൈസ് കുറയ്ക്കാൻ
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്. ഇന്ന് ഞാൻ വിളിച്ചാൽ നാളെ നീ വിളി എന്നുള്ളൊരു കൺസെപ്റ്റിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കർഷകനാണ് എൻ്റെ ഓഫ് ദ ഡേ ഇതിനകത്തെല്ലാം നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ കർഷകന് തന്നെ ഇതിനെ നെഗോഷിയേറ്റ് ചെയ്ത് ഓപ്ഷൻ ചെയ്ത് വിൽക്കാനും വീട്ടിലിരുന്ന് തന്നെ അവന് മുൻകൂട്ടി വിൽക്കാനും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് നേരത്തെ ഈ മാർക്കറ്റിന് അറിയാനുള്ള സൊല്യൂഷനാണ് ഇന്ന് ഞങ്ങൾ ടെക്നോളജി അധിഷ്ഠിതമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രൊആക്റ്റീവായിട്ട് നമുക്ക് കൃഷിയുടെ മാർക്കറ്റിനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അത് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ഈ ലോക്കൽ ഫാമർ പ്രൊഡ്യൂസർ കമ്പനിക്കോ ലോക്കൽ കൃഷിക്കൂട്ടങ്ങൾക്കോ ഈ പറഞ്ഞ VFPCയുടെ മാർക്കറ്റുകൾക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവർക്ക് എല്ലാ കർഷകരുടെയും എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എപ്പോൾ അവൈലബിൾ ആണ് എന്നൊക്കെ ഉള്ളത് അവർക്ക് കാണാൻ പറ്റും. അതനുസരിച്ച് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അവർക്ക് ഒന്നിൽ വാല്യൂ അഡീഷൻ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം. ഇതെല്ലാം ചെയ്യാം. കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇവർ രണ്ടുപേരെയും തമ്മിൽ കൂട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അത് തന്നെ കൂട്ടുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ ഇപ്പം നമുക്കറിയാം ഒരു ഇ-കൊമേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമറിനെ ബയറേയും സെല്ലറേയും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റൻസീവ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു അഗ്രി വാല്യൂ ചെയിനാണ്. അഗ്രി വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇപ്പം ഞങ്ങൾ സോയിൽ തൊട്ട് തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാറിന് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു കുറച്ച് കപ്പ അല്ലെങ്കിൽ നമ്മൾ ചീനി എന്ന് പറയുന്നത് സാറിന് ഇപ്പോൾ മേടിക്കണം, തിരുവനന്തപുരത്ത് മേടിക്കണം. അപ്പോൾ സാറ് പറയുകയാണ് പുല്ലാട് കപ്പയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ പണ്ട് പുല്ലാട് കപ്പയ്ക്ക് ഭയങ്കര അതുകൊണ്ടാണ് ഇന്ന് പുല്ലാട് കപ്പയെ ബ്രാൻഡ് ചെയ്ത് തന്നെ വിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ പുല്ലാട് കപ്പ എനിക്ക് വേണമെന്ന് തിരുവനന്തപുരം തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുത്തരുന്ന സാധനം പുല്ലാട് കപ്പയാണോ, ഇനി പുല്ലാട്ട് തന്നെ ചെയ്യുന്ന ആൾ ഈ പറയുന്ന ഓർഗാനിക് ആയിട്ടുള്ള കൃഷി ചെയ്തിട്ടുള്ള ആൾ അതാണോ എന്നൊക്കെ കാണണമെങ്കിൽ ഇതിനൊരു ട്രേസബിലിറ്റി ഉണ്ടാകണം. അപ്പം ഞാൻ ഈ മണ്ണ് തൊട്ട് പരിശോധിച്ച ഒരു സിസ്റ്റം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സാറിന് ഇത് മേടിക്കുന്ന സമയത്ത് ഞാൻ മേടിക്കുന്ന ഈ ചീനി പുല്ലാടിൽ നിന്നുണ്ടായതാണെന്നും അത് ആ പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും സാറിന് കാണാൻ പറ്റും. അത് ട്രേസ് ചെയ്യാനുള്ള സിസ്റ്റം ഉൾപ്പെടെ ഞങ്ങളുടെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളൊരു ഗുണമെന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ ലോയലിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കസ്റ്റമർ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഫാർമറിന് അവൻ്റെ പ്രൊഡക്ട്സുകൾ അവനെ ജിയോ ടാഗ് ചെയ്തിട്ട്, ഇപ്പോൾ ഞങ്ങൾ ജിയോ ടാഗിങ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിൽ ഇതിനെ ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ട്രേസബിലിറ്റി നമ്മൾ ടാമ്പർ പ്രൂഫ് ആയിട്ടാണ് ഈ ബ്ലോക്ക് ചെയിൻ ഒക്കെ ടെക്നോളജി അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്ന ഒരു സാധനം. അപ്പം ഒരു ജസ്റ്റ് ഒരു ബയറേയും സെല്ലറേയും കണക്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ അധികമായിട്ട് അതുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ക്വാളിറ്റി അഷ്വറൻസും കിട്ടുന്ന കസ്റ്റമറിൻ്റെ ആ ലോയൽറ്റിയും ഫാമേഴ്സിൻ്റെ ഇൻ്റഗ്രേഷനും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് നമ്മളൊരു പ്ലാറ്റ്ഫോം സർവീസാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു ഈ ഫാർമറിനെ അഗ്രിഗേറ്റ് ചെയ്യുന്ന ലോക്കലി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അത് ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ആയിരിക്കാം, കൃഷിക്കൂട്ടങ്ങൾ, അവരാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഫാർമറിന് തന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ അതുകൂടെ തന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് കിട്ടും. അഥവാ ഇനി ഇവർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. കാരണം നമുക്ക് ഓരോ ഫാർമേഴ്സിന് അടുക്കലും റീച്ച് ചെയ്തിട്ട് ഇൻഡിവിജ്വലി പഠിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മൾ വി ആർ ടാർഗറ്റിംഗ് ഈ പറയുന്ന വലിയൊരു ഹ്യൂജ് ക്രൗഡിനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാർട്ണർ എക്കോസിസ്റ്റമായിട്ടുള്ള ഈ ഫാമർ പ്രൊഡ്യൂസർ കമ്പനീസിനെയോ ഈ കൃഷിക്കൂട്ടങ്ങളെയോ ഈ പറയുന്ന കർഷക ചന്തകളെയോ ഒക്കെയാണ് നമ്മൾ ഈ ട്രെയിനിങ് ഫസ്റ്റ് ലെവലിൽ കൊടുക്കുന്നത്. അതിൽ കൂടെ നമ്മുടെ ഫാമേഴ്സിലേക്ക് റീച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഈ സോയിലിൻ്റെ ഡേറ്റ ഇടുന്നത്, ഏത് പ്രാക്ടീസസാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഓപ്ഷണലായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഫാർമറിന് ഇത് എന്തുകൊണ്ട് ഇത് ഫില്ല് ചെയ്യണമെന്ന് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വില കിട്ടും, ഒത്തൻറ്റിസിറ്റി വരും. അപ്പം ഫാർമറിന് ഈ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഇന്ന് നമുക്ക് ഈ പ്രാക്ടീസുകളൊന്നും അവൈലബിൾ അല്ല, ഇന്ന് നിലവിലില്ലാത്തതാണ്. ഇപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഫാർമർ ഒരു ചെറിയ സമയം എടുക്കും, അത് നമുക്കറിയാം. പക്ഷെ ആ സമയം ആൾക്കാരെ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഈ ഓർഗനൈസേഷനുകൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാം. കാരണം ഇവർക്കും ഇതിൻ്റെ ഒരു ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഈ മിഡിൽ മാനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇമ്പോർട്ടൻറ്റ് മിഡിൽ മാൻസിനെ നിലനിർത്തിക്കൊണ്ടാണ് അൺവാണ്ടഡ് മിഡിൽ മാൻസിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ചെയ്തേക്കുന്നത്. അപ്പം കർഷകരുടെ മാക്സിമം ബെനിഫിറ്റ് കിട്ടും. അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹം തന്നെ ഇപ്പം ഞാനിപ്പം ട്രോപ്പിക്കൽ എക്സോട്ടിക് ഫുഡ്സ് ഏരിയയിലൊക്കെയാണ് ഇപ്പോൾ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങി. ആദ്യം ചക്കയിലായിരുന്നു നമ്മൾ തുടങ്ങിയത്, പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രയുടെ നേതൃത്വത്തിൽ. ഇപ്പം ഞങ്ങൾ മറ്റ് ക്രോപ്പുകളോട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ മറ്റ് ക്രോപ്പുകളിലൊക്കെ വന്നു കഴിയുമ്പോൾ ട്രോപ്പിക്കൽ എക്സോട്ടിക് ഫുഡ്സിലൊക്കെ ഞങ്ങളുടെ ഒരു സ്റ്റഡി അനുസരിച്ച് ഒരു 25% താഴെയാണ് കർഷകർ ഇന്ന് കിട്ടുന്ന വില ഹോൾസെയിൽ റേറ്റിൻ്റെ തന്നെ കിട്ടുന്നത്. ഞാൻ റീറ്റെയിൽ റേറ്റ് പോലും അല്ല പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റംബുത്താന്, മാംഗോസ്റ്റീൻ, ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പയ ഇങ്ങനത്തെയുള്ള ധാരാളം ഈ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ബെറ്റർ പ്രൈസ് കിട്ടുന്നുണ്ട്. അല്ലാതുള്ള ഈ ചെറുകിട കർഷകർക്ക് വളരെ ചെറിയ റേറ്റ് കിട്ടും. അപ്പോൾ ഇവരുടെ ഈ ക്രോപ്പുകളെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കളക്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്താൽ, അതായത് മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്താൽ തന്നെ ഒരു വലിയ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓരോ ഫാമർ പ്രൊഡ്യൂസർ കമ്പനീസിനെയും NGOസിനെയും ആദ്യത്തെ ലെവലിൽ, അത് അവരെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്ന അവരുടെ ഏറ്റവും ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണിത്. എളുപ്പത്തിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നാട്ടിലെ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ അഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം.
നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ ചക്കയും ഓരോ മരത്തിലെ റംബുത്താൻ്റെയും ക്വാളിറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇത് ട്രേഡേഴ്സിന് അവർക്കറിയാം. കാരണം അവർ കഴിഞ്ഞ നാളുകളായിട്ട് മരത്തിൻ്റെ ഫ്രൂട്ട് കൊണ്ടുപോകുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരിക്കലും ഒരു ബാധ്യതയില്ല എൻ്റെ വരുമാനം കൂട്ടിത്തരാനായിട്ട്. കാരണം അവൻ വരുന്ന സാധനം ഉണ്ടാകുന്നതിനെ മാത്രം മേടിച്ചു പോവുകയാണ്. പക്ഷേ നമ്മുടെ കമ്പനി ചെയ്യുന്നത്, ഞങ്ങളുടെ പാർട്ണർ എക്കോസിസ്റ്റവുമായിട്ട് ചേർന്ന് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില തരുന്നത് മാത്രമല്ല, അടുത്ത വർഷം എങ്ങനെ ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ ഇതിൻ്റെ പെസ്റ്റ് ഡിസീസ് മാനേജ്മെൻറ്റിനെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാം, പ്രൊഡക്ഷൻ, അതെ, നിങ്ങളുടെ സോയിലിൻ്റെ കണ്ടീഷൻ, സോയിൽ ഫെർട്ടിലിറ്റി എങ്ങനെ കൂട്ടാം, ഇതെല്ലാം നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. ബേസിക്കലി വി ആർ എ പാർട്ണർ വിത്ത് എ ഫാർമർ ആൻഡ് ആസ് വെൽ ആസ് ദ എക്കോസിസ്റ്റം പാർട്ണേഴ്സ്. ഓക്കെ. അപ്പോൾ താങ്കൾ പറഞ്ഞ ആദ്യം ചക്കയിൽ നിന്നാണ് തുടങ്ങിയത്. പത്തനംതിട്ട അവിടെ കൃഷി വിജ്ഞാന കേന്ദ്രവും ചക്കയിൽ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവെൻഷനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പത്തനംതിട്ട റാന്നിയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു പത്തനംതിട്ട KVK. ഞാൻ അവിടെ ചെല്ലുകയും കണ്ടിന്യൂസ്ലി CP റോബർട്ട് അതിൻ്റെ ഹെഡായിട്ടുള്ള സാറിനെ, ഡോക്ടർ റിൻസി, അങ്ങനെ മറ്റ് അവിടുത്തെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞാൻ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പം സാർ തന്നെയാണ് എന്നോട് റെക്കമെൻഡ് ചെയ്തത്, ചോദിച്ചത് ഒരു ക്രോപ്പിൽ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് ജാക്ക് ഫ്രൂട്ടിൻ്റെ വാല്യൂ ചെയിനിലേക്ക് തുടങ്ങാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് നമ്മുടെ ഒരു ഭാഗ്യം പോലെ മേഘാലയ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് KVK ഉണ്ടായിരുന്നു. അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ മേഘാലയ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു ജാക്ക് ഫ്രൂട്ട് വാല്യൂ ചെയിനിൻ്റെ പ്രൊജക്റ്റ് KVK ത്രൂ ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. ജാക്ക് ഫ്രൂട്ടിൽ താങ്കൾ തുടങ്ങിയപ്പം അവിടുത്തെ ഈ ചക്ക കൃഷി ചെയ്യുന്ന ചെറുകിട കർഷകർക്ക് അവർക്ക് വല്ലതും ചേഞ്ചസ് വന്നു? നമ്മളത് ആദ്യം ചെയ്ത സമയത്ത് ഒരു ഫ്രീ ആപ്ലിക്കേഷനകത്തായിരുന്നു ഇത് ചെയ്തിരുന്നത്. 2023 അവസാനം നമുക്ക് IARI പുസ കൃഷി ഡൽഹിയിലെ ഒരു ഗ്രാൻഡ് കിട്ടി. അപ്പോൾ ആ ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചേറെ ട്രെയിനിങ്സും മീറ്റിംഗ്സും ഒക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പറഞ്ഞത് ഈ ആപ്ലിക്കേഷൻ ഫ്രീ റൺ ചെയ്യാൻ പാടില്ല, പെയ്ഡ് ഓപ്ഷനിലേക്ക് മാറണം. അങ്ങനെയാണ് ഞങ്ങൾ ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ വില കൊടുത്താലേ എൻ്റെ ഡിമാൻഡും കാണത്തുള്ളൂ, സീരിയസ്നെസ് സപ്ലൈ വരുത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം അവർ ഒരു കാരണവശാലും ഫ്രീ റൺ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ അവിടെ നിന്ന് വന്നിട്ടാണ്. ഇപ്പം ഞങ്ങൾ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് ഇത് കൊടുത്തത്. ഇപ്പം നമുക്കൊരു 12,000-ഓളം കർഷകർ ജാക്ക് ഫ്രൂട്ടിൻ്റെ കേസിനകത്ത്, ജാക്ക് ഫ്രൂട്ട് വേൾഡ് എന്നായിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ ആദ്യത്തെ പേര്, ആ സമയത്ത് ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പം ഞങ്ങൾ പൈസ മേടിക്കാത്തത് കൊണ്ടും ട്രാക്ക് ചെയ്യാത്തത് കൊണ്ടും എത്ര പേര് ഇതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കിയെന്നോ എത്ര പേര് ഇത് മേടിയെന്നോ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ ഇല്ല. പക്ഷെ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില എൻ്റർപ്രണേഴ്സ് ഉണ്ട്. അവർ കുറച്ച് നമ്പറെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നും മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്ര ധാരാളം പേരെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പ്രത്യേകിച്ച് ജാക്ക് ഫ്രൂട്ട് അഗ്രിപ്രണേഴ്സിനെ കുറിച്ച്. അപ്പോൾ അവരിൽ ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് രണ്ട് പ്രശ്നമാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഒന്ന്, അവരുടെ റോ മെറ്റീരിയൽ അവർക്ക് വേണ്ടിയത് കറക്റ്റായിട്ട് കിട്ടണം, ചക്ക കിട്ടണം, അതും വേണ്ടിയ ചക്ക കിട്ടണം. ഇപ്പം എല്ലാ ചക്കയും പലതും വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചക്കകളെല്ലാം വ്യത്യസ്തമായ ചക്കകളാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളത് സിസ്റ്റമില്ല. ഈ രണ്ട് സിസ്റ്റത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങൾ ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനോട് പ്രശ്നം പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒന്നിൽ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യണം, ഒരേ വെറൈറ്റി തന്നെ കൃഷി ചെയ്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്ലാവുകളെ നമ്മൾ ടാഗ് ചെയ്യണം. ഇപ്പം വെറൈറ്റി അനുസരിച്ച് ടാഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സും ഞങ്ങളിപ്പം ജിയോ ടാഗിങ് വെച്ചിട്ട് ചെയ്തു തുടങ്ങി. കർഷകൻ തന്നെ സെൽഫ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ആരംഭിച്ചു. ഇതൊരു ചെറിയ പ്രോസസ്സല്ല. നമുക്കൊരു 4-5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സ്കേറ്റേഡായിട്ട് കിടക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് ഈ കൊമേഴ്ഷ്യലി ചെയ്യാത്തതായിട്ടുള്ള പ്ലാവുകളുടെ ഒരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത്, ഈ കർഷകർ, ഈ ചക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഏൽപ്പിക്കുന്ന ഉൽപ്പാദകർക്ക് 2 മരം ഉണ്ടെങ്കിലും അവർക്ക് നല്ലൊരു വരുമാനം കിട്ടും. ഇപ്പം ഞങ്ങളൊരു ട്രീ വാല്യൂ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ആപ്ലിക്കേഷൻ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം സാധാരണ ഞങ്ങളുടെയൊക്കെ ദേശത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചക്കയിലൊക്കെ എന്ത് വരുമാനം കിട്ടുമെന്ന് കർഷകൻ അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു, നമുക്ക് ഇന്ന് നോക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെളിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ചോദിച്ചിട്ട് 500 രൂപ കൊടുക്കുമ്പോൾ മുഴുവൻ ചക്കയും പറിക്കാൻ ഇവരെ അനുവദിക്കും. പക്ഷേ ഈ മുഴുവൻ പറിക്കുന്ന 500-1000 രൂപയ്ക്ക് പറിക്കുന്ന ചക്ക നമുക്കൊരു പക്ഷേ 20,000, 30,000, 40,000 ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളതാണെന്ന് ഇവർക്കൊന്ന് തിരിച്ചറിവുണ്ടാക്കണം. അതിനൊരു ട്രീ വാല്യൂ കാൽക്കുലേറ്റർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് കീറി പറിക്കുക, ഇത് ഹാർവെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. കാരണം പ്രായമുള്ള ആൾക്കാരാണ് ഇത് വീടുകളിലെല്ലാം ഉള്ളത്. അവർക്കിത് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇത് ആര് കൊണ്ടുപോകും, ഏത് സമയത്ത് പറയും. പിന്നെ ചക്കയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ, നമുക്കിത് പല സ്റ്റേജിലാണ് ഇത് ഇൻഡസ്ട്രി യൂസ് എന്ന് പറയുന്നത്. അതായത് തീരെ പൊട്ടി ചക്കയാണ് ഈ വേഗൻ ഇൻഡസ്ട്രിക്കാർ ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത സ്റ്റേജാണ് ചക്കപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് പേരുണ്ട്. വെജിറ്റബിളായിട്ട് പോകുന്നുണ്ട്, ചക്കപ്പൊടിക്ക് പോകുന്നുണ്ട്, പഴുത്ത ചക്കയായിട്ട് പോകുന്നുണ്ട്, അങ്ങനെ ചക്കപ്പുഴുക്കുണ്ടാക്കാനുള്ള റോ മെറ്റീരിയലായിട്ട് പോകുന്നുണ്ട്, അങ്ങനെ ചക്കക്കുരു, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ഒരു ഇൻഡസ്ട്രി യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ യൂസിനെ അനുസരിച്ച്, അതിൻ്റെ മെച്യൂരിറ്റി ടൈം അനുസരിച്ച് ഇത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട്, ഇത് വിളവെടുക്കാനായിട്ട് നമുക്ക് കർഷകൻ അറിയത്തില്ല. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ കൂടിപ്പോയാൽ നമ്മൾ ചക്ക വിളഞ്ഞ് പറിക്കും, അത് വേവിക്കും, അതിൻ്റെ കുരു എടുത്ത് നമ്മൾ തോരൻ വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇൻഡസ്ട്രിയൽ യൂസ് വരുമ്പോൾ ഇതിനെല്ലാം പല യൂസാണ്. അപ്പോൾ ആ സ്റ്റേജ് അനുസരിച്ച് തന്നെ ഒരേപോലെ ചക്ക കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇൻഡസ്ട്രിക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ സാധനത്തെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നോളജിയുടെ സപ്പോർട്ട് വേണം. ഇത് വന്നു കഴിഞ്ഞാൽ കർഷകന്
വളരെ വലിയ വരുമാനം, ഇന്ന് സാധാരണ വില കിട്ടുന്ന കർഷകനൊരു നല്ല വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞങ്ങളത് ചെറിയ രീതിയിലെങ്കിലും അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ അവയർനെസ് കൂടി കഴിയുമ്പോൾ, മാർക്കറ്റ് ലിങ്കേജ് കുറച്ചുകൂടി സ്ട്രോങ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ പ്രൈസും ചെയ്യാൻ സാധിക്കും. കൊടുക്കാൻ പറ്റും. ഇപ്പം ജോയ്സ് റെഡ് ടയർ മാതിരിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് താങ്കൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ആശംസകളും. മുന്നോട്ട് ഇനിയും പോകട്ടെ. നമ്മുടെ കർഷകർക്ക് ഇത് ലാഭകരമാകട്ടെ എന്ന് നമ്മുടെ ഒരു ആശംസകളും ഉണ്ട്. വളരെ നന്ദി. താങ്ക് യു സാർ. സ്റ്റാർട്ടപ്പ് കമ്പനി എന്താണ്, എങ്ങനെ ഇത് തുടങ്ങാം, ഇതിലൂടെ നമുക്ക് എങ്ങനെ കച്ചവടം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും തമ്മിൽ കൂട്ടിയിണക്കാം, ഇതൊക്കെ മനസ്സിലായില്ലേ? യുവ സംരംഭകനായ ജോയ്സ് പി മാത്യുവുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ജോയ്സ് പി മാത്യുവിന്റെ ഫോൺ നമ്പർ 9188000963.